13,75,000 മാക്സിമം ലോൺ കിട്ടുമോ? അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ 2018 മോഡൽ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 69,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളാ? ഇത് വരുന്നത് ഡീസൽ. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതെ, ഇതിന്റെ വേരിയന്റ് വരുന്നത് ഈ 250 ആണ്. 250 ബാക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും 10 നോട്ട് വണ്ടി ഇറക്കും. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ചങ്കളെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഫോക്കസ് മോട്ടോഴ്സ് പാണ്ടിക്കാടാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എല്ലാവർക്കും പറ്റിയ എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ വാഹനം വേണ്ടത് അത് ഇവിടെ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളുണ്ട്, പ്രീമിയം വണ്ടി നോക്കുന്നവർക്കുള്ളതുണ്ട്, 7 സീറ്റർ ഉണ്ട്, ഡീസൽ, പെട്രോൾ, എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടയോട്ടയുടെ വാഹനങ്ങൾ കാണാൻ സാധിക്കും. 7 സീറ്റർ ആയിട്ടുള്ള ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റകൾ ഉണ്ട്, ഇനോവ ഉണ്ട്, പിന്നെ ഡീസൽ വണ്ടി ആയിട്ടുള്ള ബ്രസ്. ചെറുവണ്ടി നോക്കുന്നവർക്ക് ഇതാ ആദ്യം നമുക്ക് റിഡ്സ് കാണിച്ചു തരാം. അത് മാത്രമല്ല നെക്സോൺ ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഈ തല മുതൽ ആ തല വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടോ. കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെഡാൻ വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. i20, ക്രെറ്റ, ജീപ്പിന്റെ കോമ്പാസ്, പിന്നെ ഒരുപാട് വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ, ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളി. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഫോക്കസ് മോട്ടോഴ്സിന്റെ മാനേജർ ആയിട്ടുള്ള അഭിലാഷ് സാറാണുള്ള കൂടുതൽ. സാർ മലയാള മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി റോഡിൽ പാണ്ടിക്കാട് ടൗണോട് ചേർന്ന് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനെ തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഫോക്കസ് മോട്ടോഴ്സ് പാണ്ടിക്കാട്. നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? തീർച്ചയായിട്ടും ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിന് മാത്രം പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുതൽ ഏറ്റവും പ്രീമിയം ലുക്കിലേക്ക് വരുന്ന എല്ലാ തരം വാഹനങ്ങളും ഏകദേശം 1,40,000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 40-50 ലക്ഷം രൂപ വരെയുള്ള വെഹിക്കിൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങളുണ്ട്. പിന്നെ 7 സീറ്റർ നോക്കുന്നവർക്ക് അതുണ്ട്. പെട്രോള്, ഡീസൽ, ഓട്ടോമാറ്റിക്, 7 സീറ്റർ എല്ലാ തരം പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ നിങ്ങൾ ഇല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. വാഹനം എടുക്കാതെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ലല്ലേ? റേറ്റ് ഒക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഓരോ കസ്റ്റമർക്ക് ടേസ്റ്റിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ലോ ബഡ്ജറ്റ് മുതൽ ഏറ്റവും ഹൈ ലെവൽ എല്ലാ വാഹനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. മാക്സിമം ഓഫർ പ്രൈസിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു മെഴ്സിഡീസ് ബെൻസ് ഒരു പ്രീമിയം കാർബണിന് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരും? മോഡൽ എത്രയാണ്? ഇത് 2013 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. കേരളമാണോ? ഇത് റീവണ്ടിയാണോ? ഇത് റീവണ്ടിയാണ്. അതായത് വെറും 66,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ജെന്യൂൻ സർവീസ് ആണോ? ജെന്യൂൻ സർവീസ് ആണ്. കമ്പനി ഹിസ്റ്ററി സർവീസുകളുള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടിയാണ്. തീർച്ചയായിട്ടും 100% വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. ഷോറൂം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതെ, ഇതിന്റെ വേരിയന്റ് വരുന്നത് ഈ 250 ആണ്. 250 ആണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു അപാകത കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എന്താണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്നൊരു പ്രൈസ് തന്നെയാണ്. കാരണം ഇത്രയും കമ്പനി ഹിസ്റ്ററി സർവീസും കാര്യമുള്ള വണ്ടിക്ക് ഞങ്ങൾ വെറും 12,70,500 ആണ് കൊടുക്കുന്നത്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് തീർച്ചയായും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് ഓക്കെ ആണ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ വകയായിട്ട് ഫോക്കസ് മോട്ടോഴ്സിന്റെ റേറ്റ് നമ്മൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആയി കൊടുക്കും. മാക്സിമം ലോൺ കൊടുക്കൂലേ? തീർച്ചയായിട്ടും ലോൺ കൊടുക്കും. സിവിലും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ലോണൊക്കെ തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ അടുത്തായിട്ട് ഹോണ്ട സിറ്റി പരിചയപ്പെടാം. ഇത് മോഡല് 2018 മോഡൽ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 69,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളാ? ഇത് വരുന്നത് ഡീസലാണ്. അപ്പൊ 24 കിലോമീറ്റർ ഏകദേശം മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, അത്യാവശ്യം തരക്കേടില്ലാത്ത വാഹനമാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും തന്നെ ഇതിന് പെൻഷൻ ചെയ്തില്ല. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ വരുന്നത് ഇത് സെൻട്രലൈസ് ഉള്ളതാണ്. ZX ആനിവേഴ്സറി 20th ആനിവേഴ്സറി ലിമിറ്റഡ് എഡിഷൻ ആണോ? അതെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? വെറും കുറഞ്ഞ കിലോമീറ്റർ ഓടിട്ടുള്ളൂ. വെറും 69,000 കിലോമീറ്റർ ഓടില്ല. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യണേ? ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 11,75,000. ലോൺ കൊടുക്കുമോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ചെറിയ തുക ഡൗൺ പേയ്മെന്റ് അടക്കാൻ ലോൺ കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ക്രെറ്റ, അതും ബ്ലാക്ക് കളറിലെ. ഡീറ്റെയിൽ 2021 മോഡല്, വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള XXO വേരിയന്റ് വരുന്ന
ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് ഒക്കെ ഉള്ള ഓട്ടോമാറ്റിക്. ഡീസൽ പെട്രോളോ? ഇതിന് വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ഡീസലാണ്. ഡീസലാണ്. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ പ്രശ്നമല്ല. ഒറിജിനൽ കേരളയാണ് കേട്ടോ. ഒറിജിനൽ കേരള വാഹനമാണ്. ടയർ ഏകദേശം ഒരു 80-90% ടയർ ഉണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? അതെ അതെ അതെ. എത്ര കിലോമീറ്റർ ആയിരുന്നു? വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. എത്രയാണ് ഇപ്പൊ ആസ്ക് ചെയ്യുന്നത് നമ്മള്? ആസ്ക് ചെയ്യുന്ന റേറ്റ് വെറും 18,40,000. അല്ലേ? ലോൺ കിട്ടും ഇതിന്? ലോൺ കിട്ടുമല്ലോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് XL6 പരിചയപ്പെടാം. ഡീറ്റെയിൽ അതിന് വരുന്നത് XL6ന്റെ പ്രത്യേകത വെച്ചാൽ 2021 മോഡല്, 71,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ ആണ്, സീറ്റ് ഹൈബ്രിഡ് ആണ് വേരിയന്റ്. ഹൈബ്രിഡ് ആകുമ്പോൾ മൈലേജ് കൂടും. ഒരു 3-4 കിലോ സാധാരണ നോർമൽ മൈലേജ് കൂടും. ഇത് അത്യാവശ്യം ഒറിജിനൽ കേരള വാഹനമാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, 7 സീറ്റർ ആണ്. ഇതിന് ഗ്ലാസിന് മാത്രം ചെറിയൊരു റീപ്ലേസ്മെന്റ്. ഗ്ലാസ് റീപ്ലേസ് അല്ലേ? അത് കമ്പനി തന്നെയല്ലേ? അതെ അതെ. ഓക്കെ. അതിന് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് ഏകദേശം നമ്മൾ 10,50,000 നമ്മൾ കൊടുക്കും. 10,50,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തൂടെ? പിന്നെ തീർച്ചയായും ലോൺ ചെയ്യാം. ഓക്കെ. നമുക്ക് അടുത്തായിട്ട് ഇത് BRV അല്ലേ? ഇത് ഹോണ്ടയുടെ BRV ഡീറ്റെയിൽ 2017 മോഡലാണ് വരുന്നത്. 98,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ, 98,000 ഹിസ്റ്ററി ഇല്ലേ? അതെ അതെ. വി ഐഡക്ട് ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ഇതിന് എക്സ്പെക്ട്? 9,10,000. 7 സീറ്റർ വണ്ടിയാണ്. 9,10,000. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ജസ്റ്റ് ആസ്കിംഗ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ജീപ്പിന്റെ ആരാധകരുള്ള ഒരു വാഹനമാണ് ജീപ്പ് കോമ്പാസ്. അത് പരിചയപ്പെടാം. ലിമിറ്റഡ് ആണോ? ഇതിന് 2017 മോഡല്, 37,000 കിലോമീറ്റർ ഓടിയ, 3rd ഓണർഷിപ്പ് ഉള്ള ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ലിമിറ്റഡ് ഓട്ടോമാറ്റിക് പെട്രോൾ. അപ്പൊ മൈലേജ് എത്ര കിട്ടും? മൈലേജ് എങ്ങനെ പോലും മിനിമം ഒരു 15 to മേലെ എന്തായാലും കിട്ടൂല്ലേ? ഇത് ഡോക്ടറിന്റെ സ്റ്റിക്കർ കാണുന്നുണ്ട്. ഡോക്ടർ യൂസ് ആണെന്ന് പറയണോ? അതെ. ഡോക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ആയിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ജീപ്പിന്റെ വണ്ടിയാണ്. ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അത്യാവശ്യം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനമാണ്. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്? 13,75,000 ആണ്. മാക്സിമം ലോൺ കിട്ടുമോ? പിന്നെ തീർച്ചയായും കിട്ടില്ലേ. ഇതിന് വേണമെങ്കിൽ കുറഞ്ഞ എമൗണ്ട് കുറയ്ക്കാൻ ലോൺ ഫുൾ ലോൺ മാക്സിമം ഏകദേശം 90% ലോൺ കിട്ടൂല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് i20 പരിചയപ്പെടാം. സാധാരണക്കാർക്ക് പറ്റിയ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ ആണ്. പെട്രോൾ ആകുമ്പോൾ ഒന്നുകൂടി മെയിൻ്റെനൻസ് കുറയും. ഡീറ്റെയിൽ ഇത് 2017 മോഡലാണ് വരുന്നത്. 18,000 കിലോമീറ്റർ ഓടിയ, 2nd ഓണർഷിപ്പ് ഉള്ള പെട്രോൾ വണ്ടി. സ്പോർട്സ് ആണ് ഇതിന്റെ വേരിയന്റ്. സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? സർവീസ് ഹിസ്റ്ററി ഇല്ലെങ്കിലും വണ്ടി പക്ക പെർഫെക്റ്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ആയിട്ടൊന്നും മേജർ ആയിട്ടൊന്നും. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 5,40,000. വെറും 5,40,000 ലോൺ കിട്ടുമോ? ലോൺ തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ആൾട്രോസ് പരിചയപ്പെടാൻ. ഡീറ്റെയിൽ വരുന്നത് അൾട്രോസ് 2021 മോഡലാണ്. അതെ. വെറും 19,000 കിലോമീറ്റർ ഓടിയ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ. പെട്രോൾ വണ്ടിയാണ്. EX+ ആണ് വേരിയന്റ് വരുന്നത്. ഒറിജിനൽ കേരള ആണ്. ഏറ്റവും പ്രത്യേകത വേണമെങ്കിൽ 100% ഫുൾ ലോൺ കയറുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടും. 10 രൂപയ്ക്ക് വേണമെങ്കിൽ വണ്ടി വെക്കാം. 10 റുപ്യക്ക് വണ്ടി എടുക്കട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ല. പുത്തൻ വണ്ടിയുടെ ഫീല് കൊണ്ടുനടക്കാം. എത്ര ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്? 5,90,000. ഇത് 5,90,000. ഓക്കെ. ഫുള്ള് ലോണും കിട്ടും. ഫുൾ ലോൺ 10 വെറും ട്രാക്കും കാര്യങ്ങളും വേണമെന്നുള്ളൂ. അതെ. വെറും 10ന്റെ നോട്ട് കൊടുത്താൽ കിട്ടൂലേ? ₹1 കൊടുക്കാതെ വണ്ടി സ്വന്തമാക്കട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഡിസൈർ പരിചയപ്പെടാം. ഡീസൽ ഏതാണ് മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. 18 മോഡൽ. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 72,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ZDI ആണ്. ZDI പ്ലസ് അല്ലല്ലോ? അല്ലല്ല, ZDI ആണ്. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. 4 വീൽ അലോയ് വീൽസ് ആണ് വരുന്നത്. പിന്നെ കമ്പനി സ്റ്റീരിയോ, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ, കീലെസ് എൻട്രി ഒക്കെ വരും. എത്രയാണ്? 7,75,000. കിലോമീറ്റർ എത്രയായിരുന്നു? കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഏകദേശം 72,000 കിലോമീറ്റർ ഓടിയ ZDI പ്ലസ് ആണ് ഈ വണ്ടി. പ്ലസ് ആണ്. അതെ, പ്ലസ് ആണ്. അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ZDI പ്ലസ് ആണ് കേട്ടോ. കൺഫ്യൂഷൻ ആയി പോയതാണ്. ZDI പ്ലസ് ആണ്. അത് ഈ എല്ലാ ഓപ്ഷൻസും വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഡീസലോ പെട്രോളാ? ഇത് ഡീസലാണ്. 2015 മോഡല്. 15 മോഡല്. അതെ. എത്ര കിലോമീറ്റർ? 88,000 കിലോമീറ്റർ ഓടിയ, 3rd ഓണർഷിപ്പ് ഉള്ള VDI. ഹിസ്റ്ററി കറക്റ്റ് ആണോ? മാനുവലാണ്. നോ റീപ്ലേസ്മെന്റ്. ഒരു സീറോ റീപ്ലേസ്മെന്റ്. അതെ. ഓക്കെ. ബോഡി കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. ഓണർഷിപ്പ് 3rd ആയിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പക്കയാണ് അല്ലേ? എത്ര കൊടുക്കും ഈ വാഹനം? 4,85,000 രൂപ. ഒരു 4,85,000. ഈ ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും
ഏകദേശം എത്ര കയറും? ഏകദേശം കുറഞ്ഞൊരു 1 ലക്ഷം ലോൺ. റേഞ്ച് ലോണും കയറും കേട്ടോ. ചെറിയ കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനമാണ്, മൈലേജ് 20ന്റെ മുകളിൽ കിട്ടും ചെയ്യും. അപ്പൊ അടുത്തായിട്ട് നിസാന്റെ സണ്ണി പരിചയപ്പെടാം. ഡീസൽ പെട്രോളാ? ഇത് 2012 വണ്ടിയാണ് ഡീസൽ. അപ്പൊ സണ്ണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കുറവാണ്, മൈലേജ് ഒരു 20 എബോ എന്തായാലും കിട്ടും കേട്ടോ. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് 1,06,000 കിലോമീറ്റർ ഓടിയ എക്സൽ ആണ് ഇതിന്റെ വേരിയന്റ്. എക്സൽ വേരിയന്റ് 1,06,000 കേരള വണ്ടി അല്ലേ? ഡീസൽ മാനുവൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ വണ്ടി? റീപ്ലേസ്മെന്റ് ഇല്ല, മേജർ ആയിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഇതിന് കുറഞ്ഞ വില വെറും 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം റുപ്യക്ക്? 3 ലക്ഷം റുപ്യ അത് അതിനെന്താ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുമോ? 3 ലക്ഷം നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടാണ്. ജസ്റ്റ് കസ്റ്റമർ ഇഷ്ടപ്പെടും എന്തെങ്കിലും ചെയ്ത് തുടങ്ങാം. താല്പര്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് ലോണും കിട്ടൂല ഇനി? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അമേസ് പരിചയപ്പെടാം. ഡീറ്റെയിൽ അതിന് വരുന്നത് 2018 മോഡൽ അമേസ് ആണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ അല്ലേ? അതെ, VX വേരിയന്റ് പെട്രോളും മാനുവൽ ആണ് വരുന്നത്. മാനുവൽ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് റീപ്ലേസ്മെന്റ് ഇതിന് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്. ടയർ കമ്പനിന്നാണ് കേട്ടോ. ഹിസ്റ്ററി അവൈലബിൾ ആണ്, കമ്പനിന്നാണ് മാറിയിരിക്കുന്നത്. ഈ വാഹനത്തിൽ ലോണും കാര്യങ്ങളൊക്കെ കയറും? പിന്നെ വെറും 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടി, ഫുൾ ലോൺ. 1 റുപ്യ മുറക്കാതെ അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും 10 രൂപ 10 നോട്ട് വണ്ടി ഇറക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഡിസൈർ അല്ലേ? അതെ. മോഡല് 2013-14 രജിസ്ട്രേഷൻ. ഡീസൽ പെട്രോളാ? ഇത് വന്ന ഡീസലാണ്. VDI ഓപ്ഷൻ VDI. നല്ല അലോയ് വീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. വണ്ടിക്ക് മേജർ റീപ്ലേസ്മെന്റ് ഇല്ല, മേജർ ആയിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 89,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, ഒരാൾ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. എത്ര ഇതിന് ആസ്കിങ്? വെറും 3,75,000. 3,75,000 റുപ്യക്ക് ലോൺ എത്ര കയറും? ഇതിന് നല്ല ട്രാക്ക് കണ്ട 80% ലോൺ. 80% ലോണും കയറും. ഓക്കെ. അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പൊ അടുത്തായിട്ട് സ്റ്റിംഗർ പരിചയപ്പെടാം. ഡീറ്റെയിൽ വരുന്നത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. 67,000 കിലോമീറ്റർ ഓടിയ വേരിയന്റ് LXI ആണ്. LXI വേരിയന്റ്. അതെ. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് അന്നൊരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറങ്ങിയ ഒരു വാഹനമായിരുന്നു. പിന്നെ നിർത്തിയാണ് ഉണ്ടായത്. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? അങ്ങനെ മേജർ ആയിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ തന്നെ വരുന്നത്. ഇതിന് എത്രയാണ് ആസ്കിങ് നമ്മൾ? 3,50,000. 3,50,000. ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? ലോൺ കിട്ടൂലേ ഇനി? കിട്ടൂല, മാക്സിമം ലോൺ കിട്ടും. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഡീസൽ ഡിസൈർ. ഇത് 2015 മോഡലാണ്. 2015 മോഡലാണ്. കൺഫ്യൂഷൻ ആയി. ഇത് ഓടി ഷേപ്പ് ആണല്ലോ? അല്ല, ഇത് ആക്ച്വലി ഇത് 2015 മോഡലാണ്. കാരണം പഴയ ഷേപ്പിൽ ഇറങ്ങിയ മോഡലാണിത്. ഓൾറെഡി നമ്മൾ ഓർഡർ പ്രകാരം ടാക്സി എന്ന നിലയ്ക്ക് നമ്മൾ മോഡൽ മാറ്റിയെടുത്ത് ഓർഡർ കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. ഇതിന്റെ വേരിയന്റ് തന്നെ വരുന്നത് നമ്മൾ LD VDയിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പൊ 2015 മോഡൽ വാഹനം. തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ആകെ വെറും 1,66,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓടിയിട്ടുണ്ട്. ഡീസൽ ഇല്ലേ? അതെ, ഡീസൽ വണ്ടിയാണ്. ഇന്ത്യയുടെ നോക്കുകയാണെങ്കിലും തരക്കേടില്ല. 2015 ആണ് വാഹനം. അപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവില്ലേ? വാലിഡിറ്റി ഒക്കെ ഉണ്ടാവും. എത്രയാണ് ഇതിന് ആസ്കിങ്? ഏകദേശം 3,50,000. 3,50,000 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ എങ്ങനെയാലും മിനിമം ഒരു 75-80% ലോൺ. 80% നമുക്ക് കയറ്റി കൊടുക്കും, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ റോ മൊത്തം കാണിക്കുന്നതായിരിക്കും. ടയോട്ടന്റെ ഇന്നോവ, ക്രിസ്റ്റ തുടങ്ങിയ ബ്രസന്റെ ഒരു ചാകരുണ്ട്. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർ വന്നാൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. പിന്നെ നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ബെൻസ് ആണ് കൊടുക്കുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ മലയിൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. അപ്പൊ അടുത്തൊരു കിടക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.